നമ്മൾ നോക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ ഒരു ബ്രാഞ്ച് അക്കൗണ്ട് നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. അതായത് when goods are sent by head office at invoice price and we need to follow debtor system. നമുക്കറിയാം ഡിപെൻഡന്റ് സിസ്റ്റത്തിൽ ഡെറ്റർ സിസ്റ്റം ഉണ്ട്, സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റം ഉണ്ട്. ഇവിടെ എത്ര ഈസി ആയിട്ട് നമുക്ക് ഒരു ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം, അതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു സെഷൻ കഴിയുമ്പോഴത്തേക്കും ബ്രാഞ്ച് അക്കൗണ്ടിനെ സമയത്തുള്ള ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും, ഡെറ്റർ സിസ്റ്റത്തിലുള്ള ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് എങ്ങനെയത് ചെയ്യുന്നത് നോക്കാമല്ലോ അല്ലേ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, നോക്കൂ, ഞാനിവിടെ കുറെ കളറിലൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് നമുക്ക് എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നും എന്തൊക്കെ സ്റ്റെപ്പുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ളൂ, അതെങ്ങനെയാണ് അക്കൗണ്ടിൽ റിഫ്ലക്ട് ചെയ്യുന്നുള്ളതിന്റെ കാര്യം ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ച്, നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് ചെയ്തു പോകാം. ഞാനിങ്ങനെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്രാഞ്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂസ് എഴുതി വേണമെങ്കിൽ പോകാം. അങ്ങനെ ഒരിക്കൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിരിക്കും, ഏത് ക്വസ്റ്റിനും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഞാനിവിടെ വരാൻ സാധ്യതയുള്ള മാക്സിമം എലമെന്റുകളെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം തന്നെ വരണമെന്നില്ല, വരാത്ത കാര്യങ്ങളെ നമുക്ക് കൃത്യമായിട്ട് ഒഴിവാക്കി അതാത് ക്വസ്റ്റ്യൻ അനുസരിച്ച് ചെയ്തു പോകാനും പറ്റും. നോക്കൂ, ഇവിടെ ഞാനിവിടെ ഹെഡിങ് കൊടുത്തിരിക്കുന്ന സ്റ്റെപ്സ് എന്നും ട്രാൻസാക്ഷൻസ് എന്നും ബ്രാഞ്ച് അക്കൗണ്ട് എന്നും അതിൽ ഡെബിറ്റ് ക്രെഡിറ്റ്, നിങ്ങൾ നോക്കുക, ഡെബിറ്റ് ക്രെഡിറ്റ് തന്നെ ഗ്രീനിലാണ് ഞാൻ മീൻസ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡെബിറ്റിൽ ഗ്രീൻ വന്നിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലും, ക്രെഡിറ്റിലാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലുമായിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. പിന്നെ കുറച്ച് റിമാർക്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. ആ റിമാർക്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് വരുന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഒരു അസംഷൻ എടുക്കുവാണ്, 20%-ലാണ് കോസ്റ്റ് പ്ലസ് 20%-ലാണ് ഗുഡ്സ് അയച്ചു കൊടുക്കുന്നു എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് ഒന്ന് അസ്യൂം ചെയ്തിട്ട് നമുക്ക് ഈ ക്വസ്റ്റിലേക്ക് പോകാം. അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ ആദ്യത്തെ സെന്റൻസ് തന്നെയായിരിക്കും ദ ഗുഡ്സ് വിച്ച് ആർ സെൻഡ് ബൈ ഹെഡ് ഓഫീസ് ടു ബ്രാഞ്ച് അറ്റ് കോസ്റ്റ് പ്ലസ് 20%. അത് മേ ബി കോസ്റ്റ് പ്ലസ് 25% ആവാം, എത്ര ആയിക്കോട്ടെ, നമുക്കിവിടെ 20% എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് അസ്യൂം ചെയ്ത് പോകാം. ഈസ് ഇറ്റ് ക്ലിയർ? ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ ഈ സ്റ്റെപ്പ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ 1-ന്റെ ഉണ്ട്, 2-ന്റെ കാറ്റഗറി ഉണ്ട്, 3-ന്റെ കാറ്റഗറി ഉണ്ട്, 4-ന്റെ കാറ്റഗറി ഉണ്ട്, 5-ന്റെ കാറ്റഗറി ഉണ്ട്, ദെൻ 6-ന്റെ കാറ്റഗറി ഉണ്ട്. 6 എന്ന് പറയുന്നത് ഔട്ട്കം ആണ്. 5 സ്റ്റെപ്പ് വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്കം ആണ് 6th സ്റ്റെപ്പ് എന്ന് പറഞ്ഞു വരുന്നത്. അതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഓരോന്നോരോന്നായിട്ട് ഇപ്പൊ പറഞ്ഞു പോകുന്നില്ല, നമുക്ക് ഓരോ എലമെന്റിലേക്ക് പോവാം. നിങ്ങൾ ആദ്യം നോക്കുക, 1-ന്റെ തന്നെ നോക്കുവാണെങ്കിൽ 6 കാര്യങ്ങളാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ 4 കാര്യങ്ങൾ ഡെബിറ്റിലാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓർത്തോണം, ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റിൽ വരുന്നുണ്ടെങ്കിൽ അത് ബ്രാഞ്ചിന്റെ അസറ്റുകളായിരിക്കും, ഒരു സംശയം വേണ്ട. നമുക്കൊരു ബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാവുന്ന മാക്സിമം വരാൻ സാധ്യതയുള്ള അസറ്റുകൾ പറയാം, ബ്രാഞ്ച് സ്റ്റോക്ക് ഉണ്ടാവും, ബ്രാഞ്ച് ഡെറ്റേഴ്സിന് പോസിബിലിറ്റി ഉണ്ടാവും, ബ്രാഞ്ച് പെറ്റി ക്യാഷിന് പോസിബിലിറ്റി ഉണ്ടാവും, ആൻഡ് ബ്രാഞ്ച് ഫിക്സ്ഡ് അസറ്റ്. ദിസ് ഫിക്സ്ഡ് അസറ്റ്സ് മേ ബി മെഷീനറി, ഫർണിച്ചർ, ഡിപ്പെൻസ്. അത് സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ബ്രാഞ്ച് ഫിക്സ്ഡ് അസറ്റിന് പകരം പർട്ടിക്കുലർ ഫിക്സ്ഡ് അസറ്റിന്റെ പേര് കാണിച്ചേക്കുക. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് റെക്കോർഡ് ചെയ്യും. 4 കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് ബ്രാഞ്ച് സ്റ്റോക്ക് നമുക്കൊരു 12,000 rupees ഒന്ന് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, ദെൻ ബ്രാഞ്ച് ഡെറ്റേഴ്സ് ഒരു 5,000 rupees, ബ്രാഞ്ച് പെറ്റി ക്യാഷ് 1,000 rupees, ബ്രാഞ്ച് ഫിക്സ്ഡ് അസറ്റ്സ് 20,000. ഇനി നമുക്ക് ബ്രാഞ്ച് ലൈബിലിറ്റി നോക്കുക. നമ്മളിവിടെ ഇതിനു മുമ്പ് ഒരു കാര്യം കൂടെ നമുക്ക് എൻട്രി പറയുകയാണെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ് ടു ബ്രാഞ്ച് പെറ്റി ക്യാഷ് ടു ബ്രാഞ്ച് ഫിക്സ്ഡ് അസറ്റ്സ്. സിമിലർലി വി നീഡ് ടു എൻറ്റർ ദ ബ്രാഞ്ച് ലൈബിലിറ്റി ആസ് ആൻ ഓപ്പണിംഗ് വാല്യൂ. ഇത് ക്വസ്റ്റ്യൻ എപ്പോഴും തരണമെന്ന് നിർബന്ധമില്ല, തന്നാൽ മാത്രം നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ക്രെഡിറ്റിലാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. എൻട്രി വിൽ ബി ബ്രാഞ്ച് ലൈബിലിറ്റീസ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. എങ്ങനെയായിരിക്കും പോസ്റ്റിംഗ് നമുക്ക് നോക്കാം. നമുക്കൊരു ജസ്റ്റ് ഒരു വാല്യൂ ഒന്ന് അസ്യൂം ചെയ്യാം, ഒരു 2,000 രൂപയുടെ ബ്രാഞ്ച് ലൈബിലിറ്റി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം.
ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഞാൻ പറഞ്ഞു അസറ്റും ലൈബിലിറ്റിയും നമ്മൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിനി വേണ്ട എന്താണ്? ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ സ്റ്റോക്ക് റിസർവ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളിവിടെ നോക്കിക്കേ, ഫോർമുല ഞാൻ തന്നിരിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് റേറ്റ്. ഇവിടെ 100 പ്ലസ് റേറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 20 ആണ് നമ്മുടെ റേറ്റ് എങ്കിൽ 120 ആയിരിക്കും 100 പ്ലസ് റേറ്റ് എന്ന് പറയുന്നത് വരുന്നത്. അങ്ങനെയാണ് നമുക്ക് അതിന്റെ സ്റ്റോക്ക് റിസർവ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. വളരെ സിമ്പിൾ ആണ്, വർക്കിംഗ് ഔട്ടായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് 12,000 ആയിരുന്നു. ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 120 എത്ര വന്നു? 2,000 റുപ്പീസ് ആണ് നമ്മൾ സ്റ്റോക്ക് റിസർവ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം, സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാം. 3 കാര്യങ്ങൾ ഇവിടെ നോക്കിയാൽ മതി. ഗുഡ്സ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് അയച്ചു കൊടുക്കുന്നു, ഹെഡ് ഓഫീസിന് തിരിച്ച് ബ്രാഞ്ച് റിട്ടേൺ കൊടുക്കുന്നു. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹെഡ് ഓഫീസിന്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മളുടെ തന്നെ വേറെ ഏതെങ്കിലും ബ്രാഞ്ചുകൾ നമുക്ക് ഗുഡ്സ് അയച്ചു തരാം. ഹെഡ് ഓഫീസിന്റെ നിർദ്ദേശം അനുസരിച്ച് വേറെ ഏതെങ്കിലും ബ്രാഞ്ചിലേക്ക് നമ്മൾ ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യാം. അത് ഈ പറയുന്ന കോൺസെപ്റ്റ് തന്നെയുള്ളൂ. ഹെഡ് ഓഫീസിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ എന്താണോ ചെയ്യുന്നത്, അല്ലെ നമ്മൾ റിട്ടേൺ എന്താണോ ചെയ്തത്, ആ ഒരു കാര്യം മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് രണ്ടും കൂടെ കണക്ട് ചെയ്യാം. ഇപ്പൊ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ബൈ ഹെഡ് ഓഫീസ്, അതിന്റെ കൂടെ കണക്ട് ചെയ്യാവുന്ന കാര്യമാണ് ഗുഡ്സ് സെൻഡ് ബൈ എനി അതർ ബ്രാഞ്ച് ടു us. ഇത് രണ്ടും ഒരേ കോൺസെപ്റ്റ് ആണ്, രണ്ട് വാല്യൂ കൂടെ ഒരുമിച്ച് ചെയ്യാം. റിട്ടേൺ വരുമ്പോഴോ ഗുഡ്സ് റിട്ടേൺ ബൈ ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസും ഉണ്ട്, ഗുഡ്സ് റിട്ടേൺ ബൈ ബ്രാഞ്ച് ടു എനി അതർ ബ്രാഞ്ച്. അപ്പൊ അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം മതി, എല്ലാ ക്വസ്റ്റ്യനും അത് വരണമെന്ന് നിർബന്ധമില്ല. അതായത് മറ്റു ബ്രാഞ്ചുകൾ ഹെഡ് ഓഫീസിന്റെ നിർദ്ദേശം അനുസരിച്ച് ആക്ട് ചെയ്യുന്നത് വരണമെന്ന് നിർബന്ധമില്ല. വന്നാൽ അതും കൂടെ ഇതിൻ്റെ അകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കുക. അങ്ങനെയാണെങ്കിൽ ഹെഡ് ഓഫീസ് അയക്കുന്നതോ ഹെഡ് ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം മറ്റു ബ്രാഞ്ച് അയക്കുന്നതോ ഡെബിറ്റ് ചെയ്യുക. ഹെഡ് ഓഫീസിന് തിരിച്ചു കൊടുക്കുകയോ മറ്റു ബ്രാഞ്ചിന് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ എൻട്രി ബ്രാഞ്ച് അക്കൗണ്ട് ആയിട്ട് ടു ഗുഡ്സ് ഇൻ ടു ബ്രാഞ്ച്. സെക്കൻഡ് കേസ് റിട്ടേൺ എൻട്രി ഗുഡ്സ് ഇൻ ടു ബ്രാഞ്ച് അക്കൗണ്ട് ആയിട്ട് ടു ഹെഡ് ഓഫീസ് ബ്രാഞ്ച് അക്കൗണ്ട്. ഇനി ഇതിന്റെ ലോഡഡ് പ്രൈസ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടിയ ഗുഡ്സ് അതിനകത്തുനിന്ന് റിട്ടേൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ റിട്ടേൺ കുറയ്ക്കുന്നതാണ് നമ്മുടെ നെറ്റ് ഗുഡ്സ് ഇൻ ടു ബ്രാഞ്ച് എന്ന് പറയുന്നത്. അവിടെ ഞാൻ ഈ പറഞ്ഞത് മറ്റു ബ്രാഞ്ചുകളെ നമ്മൾ ഇതിനകത്തോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടെ കൺസിഡർ ചെയ്ത് വേണം കാൽക്കുലേഷൻ നടത്താനായിട്ട്. ആ ലോഡഡ് പ്രൈസ് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ക്രെഡിറ്റിലാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, സെയിം കളർ തന്നെ ഇവിടെ അക്കൗണ്ടിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഗുഡ്സ് ഇൻ ടു ബ്രാഞ്ച് ഒരു 1,30,000 നമുക്ക് ഉപയോഗിച്ചേക്കാം. അത് ഹെഡ് ഓഫീസും വേറെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ നിന്ന് നമുക്ക് കിട്ടിയതായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. രണ്ടും കൂടെ കൂട്ടിയാണ് 1,30,000 വന്നിരിക്കുന്നത്. റിട്ടേൺ വന്നിരിക്കുന്നത് നമ്മൾ തിരിച്ച് ഹെഡ് ഓഫീസിന് കൊടുത്തിരിക്കുന്നു, അതുപോലെ വേറെ ഏതെങ്കിലും ബ്രാഞ്ചിനും നമ്മൾ കൊടുത്തിരിക്കുന്നു. നമുക്കെല്ലാം കൂടെ ഒരു 10,000 റുപ്പീസ് നമുക്കൊന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണ് നെറ്റ് ഗുഡ്സ് ഇൻ ടു ബ്രാഞ്ച് എത്ര വരും? 1,30,000 മൈനസ് 10,000, 1,20,000. അപ്പോൾ അതിന്റെ ലോഡഡ് പ്രൈസ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 1,20,000 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 120. 20,000 ആണ് ലോഡഡ് പ്രൈസ് വന്നിരിക്കുന്നത്. നോക്കൂ, ഓപ്പണിംഗ് സ്റ്റോക്കിൽ ഉണ്ടായിരുന്ന സ്റ്റോക്ക് റിസർവ് ഒന്നും ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നതിനകത്ത് നമ്മൾ അവിടെ ഗുഡ്സ് ഇൻ ടു ബ്രാഞ്ച് അക്കൗണ്ടിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റോക്ക് ഓർക്കുക നിങ്ങൾ, സ്റ്റോക്ക് എന്ന് പറയുന്നത് ദ ഗുഡ്സ് വിച്ച് ആർ റെഡി ടു സോൾഡ് ആണ്. സോറി, ദ ഗുഡ്സ് വിച്ച് ആർ റെഡി ടു സെയിൽ ആണ്. അപ്പം ആ സെയിൽസിന് വരുന്നവരെയും ഈ പറയുന്ന, അല്ലെങ്കിൽ സെയിൽസ് നടക്കുന്നവരെയും ഈ പറയുന്ന ലോഡഡ് പ്രൈസ് സ്റ്റോക്കിൽ റിസർവ് ചെയ്തിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ആയിട്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നൗ സെക്കൻഡ് ട്രാൻസാക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ തേർഡ് സ്റ്റേജിലേക്ക് പോവാം. ചെക്ക് ചെയ്യുന്നു. അതായത് ബ്രാഞ്ചിന് പേയ്മെന്റ് നടത്തണമെങ്കിൽ ഹെഡ് ഓഫീസിൽ നിന്ന് പൈസ കിട്ടിയിരിക്കണം. അത് മോസ്റ്റ് പ്രോബ്ലി ട്രാൻസ്ഫർ ആയിരിക്കും, ബാങ്ക് ട്രാൻസ്ഫർ ആയിരിക്കും, അല്ല ചെക്ക് ഇഷ്യൂ ആയിരിക്കും. അപ്പൊ ഇവിടെ നോർമലി ഒരു ബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റെന്റ് കൊടുക്കാനും സാലറി കൊടുക്കാനും അതോടൊപ്പം തന്നെ പെറ്റി എക്സ്പെൻസുകൾക്ക് വേണ്ടിയുള്ള എമൗണ്ടുമാണ് അവിടെ പെറ്റി ക്യാഷ് ആയിട്ടുമാണ് കിട്ടുന്നത്. ഇതിനെല്ലാത്തും കൂടെ ക്യാഷ് കിട്ടുവാണേ, പേയ്മെന്റ് ഇതിനനുസരിച്ച് അവർ ചെയ്തോളും.
പേയ്മെന്റിന്റെ ഇഫക്റ്റ് ഓട്ടോമാറ്റിക്കലി വന്നോളും. ടോട്ടൽ ക്യാഷ് ആണ് അവിടെ റിസീവ് ചെയ്യുന്നത് സാലറിക്ക് വേണ്ടി. ബ്രാഞ്ചിന് ഒരു മാസം എത്രയാ സാലറി വരുന്ന അറിയാം, അത്രയാ അവർ കണക്ക് എഴുതി കൊടുക്കും. ഹെഡ് ഓഫീസ് അതിനനുസരിച്ചാണ് പേയ്മെന്റ് കൊടുക്കുന്നത്. റെന്റിന്റെ അറിയാം, ഫിക്സഡ് എമൗണ്ട് ആണ്. പെറ്റി ക്യാഷ് ഒരു പക്ഷേ ഒരു സെർട്ടൻ അവരുടെ ആ പാസ്റ്റ് എക്സ്പീരിയൻസ് അനുസരിച്ച് ഇത്ര രൂപ വെച്ചായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് വരികയാണ്. സോ ടു ബാങ്ക് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇത് ഞാൻ ഡെബിറ്റ് ചെയ്തിരിക്കുകയാണ്. എൻട്രി വിൽ ബ്രാഞ്ച് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. നിങ്ങൾ നോക്കിയാൽ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. സാലറി ഒരു 3,000 rupees, റെന്റ് 2,000 rupees, പെറ്റി ക്യാഷ് ഒരു 800 rupees. ടോട്ടൽ നമുക്ക് 5,800 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് വന്നിരിക്കുന്നത്. ഇനിയും നാലാമത്തെ ട്രാൻസാക്ഷൻ, ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് വേണ്ടി സെയിൽ നടത്തുകയാണ്. സെയിൽസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാഷ് സെയിൽസ് ആണെങ്കിൽ അപ്പം തന്നെ ക്യാഷ് റെമിറ്റ് ചെയ്തോണം. ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസം നടന്ന ക്രെഡിറ്റ് സെയിൽസിന് എമൗണ്ട് ചിലപ്പോൾ ഇന്നായിരിക്കും കിട്ടുന്നത്. ഇന്നത്തെ ക്രെഡിറ്റ് സെയിൽസിന് എമൗണ്ട് മറ്റൊരു ദിവസമായിരിക്കും കിട്ടുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, അന്നത്തെ ദിവസം ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാഷ് സെയിൽസും ഡെറ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്ന എമൗണ്ടും കൂടെ ഒരുമിച്ചാണ് ഹെഡ് ഓഫീസിന്റെ അക്കൗണ്ടിലേക്ക് ബ്രാഞ്ച് റെമിറ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് ക്യാഷ് സെയിൽസ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ തരും, ക്രെഡിറ്റ് സെയിൽസും തരും. അങ്ങനെ ക്രെഡിറ്റ് സെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ ഡെറ്റേഴ്സിന്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. നമുക്ക് നേരിട്ട് എമൗണ്ട് കളക്ടഡ് ഫ്രം ഡെറ്റേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് കൺസിഡർ ചെയ്താൽ മതി തൽക്കാലം. അവിടെ ക്ലോസിംഗ് ഡെറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഡെറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഇല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഈ കാര്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ചിലപ്പോൾ ടോട്ടൽ സെയിൽസ് തരും, ക്രെഡിറ്റ് സെയിൽസ് തരും. ക്യാഷ് സെയിൽസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അപ്ലൈ ചെയ്യാം. ടോട്ടൽ സെയിൽസ് മൈനസ് ക്രെഡിറ്റ് സെയിൽസ്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ട എന്തേ ഉള്ളൂ, ക്യാഷ് സെയിൽസും വേണം, എമൗണ്ട് കളക്ടഡ് ഫ്രം ഡെറ്റേഴ്സും ഉണ്ടെങ്കിൽ ഫോർത്ത് സ്റ്റെപ്പ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ നോക്കിക്കേ, ഞാൻ ഇവിടെ ക്യാഷ് സെയിൽസ് ഒരു 1,50,000 ഇടുവാണ്. എമൗണ്ട് ഫ്രം ഡെറ്റേഴ്സ് അതൊരു 50,000 ഇടുവാണ്. ടോട്ടൽ 2 lakh ആണ് വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കുക, ഇവിടുത്തെ ആ സ്വീക്വൻസ് നമ്മൾ ഓപ്പണിംഗ് അസറ്റ്സ് എഴുതിയപ്പം ഓപ്പണിംഗ് ലയബിലിറ്റിയും കാണിച്ചു, സ്റ്റോക്ക് റിസർവ് എമൗണ്ട് കാണിച്ചു, ഗുഡ്സ് അയച്ചു കൊടുത്തു, ഗുഡ്സിന്റെ റിട്ടേൺ. ക്വസ്റ്റൻ എങ്ങനെ തന്നാലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് മാപ്പ് ചെയ്യാൻ പഠിക്കണം. അത് കഴിഞ്ഞ് ചെക്ക് ഇഷ്യൂഡ് ബൈ ഹെഡ് ഓഫീസ്, ദെൻ റെമിറ്റൻസ് ബൈ ബ്രാഞ്ച്. ഓക്കെ, അങ്ങനെ ആ ഒരു സീക്വൻസിൽ നമ്മൾ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വന്ന് ഇവിടെ പിന്നെയും ചെയ്തു. അതായത് ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രെഡിറ്റുകളെ കുറിച്ചും ചിന്തിച്ചു. ഡെബിറ്റ് ക്രെഡിറ്റ്, ഇവിടെ ഡെബിറ്റ് ക്രെഡിറ്റ്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം അസറ്റുകൾ, ഓപ്പണിംഗ് അസറ്റിനെ ക്ലോസ് ചെയ്യാന്നുള്ളതാണ്. ക്ലോസിംഗ് അസറ്റ് ആയിട്ട് കൊണ്ടിരുന്നു. ഓപ്പണിംഗ് അസറ്റ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലോസിംഗ് അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. ക്ലോസിംഗ് വാല്യൂലാണ് സ്റ്റോക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബ്രാഞ്ച് സ്റ്റോക്ക് അറ്റ് ഇൻവോയ്സ് പ്രൈസ്, ക്ലോസിംഗ് വാല്യൂ. നമുക്കിവിടെ നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. തൽക്കാലം നമ്മളൊരു 6,000 rupeesലാണ് സ്റ്റോക്കിന്റെ പ്രൈസ് ഇടുന്നത്. നമുക്കൊന്ന് നോക്കാം. ദെൻ ഡെറ്റേഴ്സിന്റെ വാല്യൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് ഒന്നും തന്നിട്ടില്ല. പക്ഷെ നമുക്ക് തൽക്കാലത്തേക്ക് ഒന്ന് അസ്യൂം ചെയ്യാൻ വേണ്ടി നമുക്കൊരു 3,000 rupees ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് നമുക്കൊന്ന് അസ്യൂം ചെയ്യാം. നിങ്ങൾ നോക്കുക, ഞാൻ ഇവിടെ തന്നിരിക്കുന്ന ബ്രാഞ്ച് ഡെറ്റേഴ്സ്, ഒന്നെങ്കിൽ നമുക്ക് ക്ലോസിംഗ് വാല്യൂ നേരിട്ട് പറഞ്ഞാൽ നമ്മളിപ്പം ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് എഴുതാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വേണം ആ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. ഞാനിവിടെ ഒരു ഡമ്മി കാണിക്കാം. ഇതല്ലെങ്കിൽ നമ്മൾ സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റത്തിലും ഡെറ്റർ സിസ്റ്റത്തിന്റെ ഒരു എക്സാമ്പിൾ നേരത്തെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയും ബ്രാഞ്ച് പെറ്റി ക്യാഷിന്റെ കാര്യം എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നമുക്കൊരു വാല്യൂ തരും, അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ വാല്യൂ തരാതെ പറയും ഇംപ്രസ്ഡ് സിസ്റ്റത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്പണിംഗ് വാല്യൂ എത്രയാണോ അത് തന്നെയായിരിക്കണം ക്ലോസിംഗ് വാല്യൂ. ശ്രദ്ധിച്ചോണം, ഓപ്പണിംഗ് വാല്യൂ തന്നെയായിരിക്കണം, പെറ്റി ക്യാഷിന്റെ ഓപ്പണിംഗ് വാല്യൂ തന്നെയായിരിക്കണം ക്ലോസിംഗ് വാല്യൂ വരണ്ടേ. ഇംപ്രസ്ഡ് സിസ്റ്റം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ.
ഓക്കെ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഓപ്പണിംഗ് പെറ്റി ക്യാഷ് എത്രയുണ്ടോ, ഇപ്പോൾ ഈ കേസാണ് 1000, ഇവിടെ ഒരു 800, മൊത്തം 1800 രൂപ ക്യാഷായിട്ട് വന്നു. സപ്പോസ് ഒരു 1200 രൂപയാണ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതെങ്കിൽ ക്ലോസിംഗ് എന്ന് പറയുന്നത് എത്രയായിരിക്കാം? 600 ആയിരിക്കാം വരുന്നത്. നമ്മളിവിടെ പെറ്റി ക്യാഷിന്റെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാനതൊരു എക്സാമ്പിളായിട്ട് തന്നെ കാണിക്കുക. ഇവിടെ തൽക്കാലം നമ്മൾ കിട്ടിയിരിക്കുന്നത് നമ്മുടെ 1000 രൂപയാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് 800 രൂപ വന്നു. നമ്മൾ പറഞ്ഞൊരു 1200 രൂപ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ബാലൻസ് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 600 രൂപയാണ്. ഇതാണ് ഒരു വർക്കിംഗ് നോട്ടായിട്ട് നമ്മൾ ചെയ്യുന്ന പെറ്റി ക്യാഷ് ബാലൻസ്, ക്ലോസിംഗ് പെറ്റി ക്യാഷ് ബാലൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി. ഇതല്ലെങ്കിൽ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞു, ഒന്നെങ്കിൽ ഇംപ്രസീവ് സിസ്റ്റം എന്നാണെങ്കിൽ ഓപ്പണിംഗ് പെറ്റി ക്യാഷ് തന്നെയായിരിക്കും ക്ലോസിംഗ് എന്ന് പറയുന്നത്. ഇനി ചിലപ്പോൾ നമുക്ക് ഈ ക്ലോസിംഗ് നേരിട്ട് തരും, 600 തരും. അങ്ങനെയാണെങ്കിൽ ആ വർഷം പേയ്മെന്റ് നടത്തിയിരിക്കുന്ന 1200 നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി അവിടെ അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു 600 ആണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബ്രാഞ്ച് ഫിക്സ്ഡ് അസറ്റിന്റെ കേസിൽ വരുമ്പോഴും ഓപ്പണിംഗ് അസറ്റ് നമുക്ക് 20,000 തന്നു. കോസ്റ്റിന് ചിലപ്പം 15,000 എന്നോ 18,000 എന്നൊക്കെ തരും. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ആ വാല്യൂ എഴുതാം. തന്നിട്ടില്ലെങ്കിൽ ഡിപ്രീസിയേഷൻ എന്നുള്ള രീതിയിലായിരിക്കും പറയാം. 10% ഡിപ്രീസിയേഷൻ ഇസ് ചാർജ്ഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലോസിംഗ് ശരിക്കും വർക്കൗട്ട് ചെയ്ത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിങ്ങനെ അക്കൗണ്ട് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാനുവലായിട്ട് ചെയ്താൽ മതി. 20,000 മൈനസ് 10%, അതായത് 2,000 ആണ്. അപ്പോൾ ക്ലോസിംഗ് ബാലൻസ് 18,000 ആണ്. പിന്നെ ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ അക്കൗണ്ട് കാണിച്ചിരിക്കുന്നത്. നമുക്കിവിടെ 18,000 കാണിച്ചേക്കാം. ഇനിയും ബ്രാഞ്ച് ലൈബിലിറ്റി വല്ലതും ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് എഴുതണം. ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുണ്ടെങ്കിൽ അത് എഴുതണം. നമുക്ക് തൽക്കാലം ഒരു 1000 rupees ഉണ്ടെന്ന് എഴുതിയേക്കാം. ക്ലോസിംഗ് ലൈബിലിറ്റി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാര്യം ഓപ്പണിംഗ് ലൈബിലിറ്റി നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലോസിംഗ് ലൈബിലിറ്റിയെ ക്രെഡിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിന്റെ എൻട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റിന്റെ എൻട്രി, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ, ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ, ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ബ്രാഞ്ച് ഫിക്സ്ഡ് അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഇനി ബ്രാഞ്ച് അക്കൗണ്ടിനെ ലൈബിലിറ്റി ക്ലോസ് ചെയ്യുമ്പോൾ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ലൈബിലിറ്റീസ്. നമ്മളിവിടെ സ്റ്റോക്ക് റിസർവ് എഴുതാനായിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്കിന്റെ സ്റ്റോക്ക് റിസർവ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എത്രയാണ് നമുക്ക് എമൗണ്ട് കിടക്കുന്നത്? 6,000 ആണ് അല്ലേ? എന്താ നമ്മൾ അതിന്റെ കാൽക്കുലേഷൻ പറയുന്നത്? നോക്കിക്കേ, ഇവിടെ നമ്മൾ കാൽക്കുലേഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻറ്റു റേറ്റ് ഡിവൈഡഡ് ബൈ 100 പ്ലസ് റേറ്റ്. അപ്പോൾ നമുക്ക് എത്രയാണ് ആ റേറ്റ് വരുന്നതെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 120. സോ 1,000 rupees ആണ് സ്റ്റോക്ക് റിസർവ്. എൻട്രി വിൽ ബി ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു സ്റ്റോക്ക് റിസർവ്. അപ്പോൾ നമ്മുടെ എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 5 വരെയുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 5 പ്രൊസീജിയറും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു 6ാമത്തെ ഇതിൻ്റെ ഔട്ട്കം ആയിട്ടാണ് വരുന്നത്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഇഫക്റ്റ് എന്നുള്ളത് നോക്കാം. സോ ക്രെഡിറ്റ് സൈഡ് നമുക്ക് ടോട്ടൽ ചെയ്യാം. 18,000 പ്ലസ് 600 പ്ലസ് 3,000 പ്ലസ് 6,000 പ്ലസ് 2 lakh പ്ലസ് 20,000 പ്ലസ് 10,000 പ്ലസ് 2,000 പ്ലസ് 2,000. So 2,61,600 minus 1,000 minus minus 1,30,000 minus 20,000 minus 1,000 minus 5,000 minus 12,000. So branch P&L will be 85,800. Entry will be branch account debtor to branch profit and loss account. ഓക്കെ മക്കളെ, അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്കൊരു ബ്രാഞ്ച് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ചെയ്യാനായിട്ട്.
ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് നിങ്ങളൊന്നും കൂടെ ഇതിനകത്ത് നോക്കുക. ഈ റിമാർക്സിൽ കിടക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ടൊന്ന് നോക്കിയേക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. പിന്നെ ഇതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഇൻഫർമേഷൻ കൂടെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ തരാം. ഡിസ്കൗണ്ട് അലൗഡ്, സെയിൽസ് റിട്ടേൺ, ബാഡ് ഡെറ്റ്സ്, ക്രെഡിറ്റ് സെയിൽസ്. ഇത് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണ്. ഇപ്പോൾ ക്ലോസിംഗ് ബ്രാഞ്ച് ഡെറ്റേഴ്സ് തന്നിട്ടില്ലെങ്കിൽ ഈ പറയുന്ന ഇൻഫർമേഷനൊക്കെ അവിടെ നമ്മൾ കാണിച്ചേക്കുക. ബ്രാഞ്ച് അക്കൗണ്ടിലും ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിലും അഫക്റ്റ് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ഓപ്പണിംഗ് ബാലൻസും, ഒന്ന് ക്ലോസിംഗ് ബാലൻസും, പിന്നെ എമൗണ്ട് കളക്റ്റഡ് ഫ്രം ഡെറ്റേഴ്സും. ഈ 3 കാര്യങ്ങൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ബ്രാഞ്ച് അക്കൗണ്ടിലും ഉണ്ട്, ഇവിടെയുണ്ട്. ഞാൻ ഈ തന്നിരിക്കുന്ന എമൗണ്ട് നിങ്ങൾ നോക്കണ്ട, ഇത് ഞാനൊരു ഡമ്മി ആയിട്ട് ഇട്ടിരിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളൊന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ള കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമുക്കിവിടെ ഓപ്പണിംഗ് ബാലൻസ് 12,000 ആണ് ഇട്ടിരിക്കുന്നത്. ക്ലോസിംഗ് ബാലൻസ് എമൗണ്ട് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 1,50,000 നമ്മൾ കാണിച്ചിട്ടുണ്ട്. പിന്നെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ 3,000 എന്ന് പറഞ്ഞ് ഡിറൈവ് ചെയ്തിരിക്കുന്ന വാല്യൂ ആയിട്ടാണ്. ഇത്രയും തന്നെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ക്രെഡിറ്റ് സെയിൽസ് എത്രയുണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. 1,53,000 12,000 കുറച്ച് കഴിഞ്ഞാൽ സെയിൽസ് എന്ന് പറയുന്നത് 1,41,000 ആയിരിക്കും. സപ്പോസ് ഇവിടെ നമുക്ക് 1,45,000 തന്നിരിക്കുന്നെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഡിറൈവ് ചെയ്യാനായിട്ട് ഇതിലേതെങ്കിലും ഒരു കാര്യമായിരിക്കാം മിസ്സിംഗ് ഫിഗർ ആയിട്ട് വരുന്നത്. തൽക്കാലം ഇതിനെക്കുറിച്ച് നമ്മൾ നോക്കണ്ട. ഞാൻ ഈ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് സ്റ്റോക്ക് ആൻഡ് ഡെറ്റർ സിസ്റ്റത്തിലും അതുപോലെ തന്നെ ഡെറ്റർ സിസ്റ്റത്തിൻ്റെ ക്വസ്റ്റിൽ വർക്കൗട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് തൽക്കാലം വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല. ഡെറ്റർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സാഹചര്യത്തെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ തോന്നുവാണെങ്കിൽ നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം. ഞാൻ അതിനനുസരിച്ചുള്ള എക്സാമ്പിൾസ് വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പം നമുക്കൊന്നുകൂടെ നോക്കാം. മീൻസ് ഇതിൻ്റെ ആ ഒരു സീക്വൻസ് എന്നുള്ളത് ആദ്യം ഓപ്പണിംഗ് അസറ്റ്സ് ഡെബിറ്റ് ചെയ്യുക, ഓപ്പണിംഗ് ലയബിലിറ്റി ക്രെഡിറ്റ് ചെയ്യുക, ബ്രാഞ്ച് സ്റ്റോക്കിൻ്റെ സ്റ്റോക്ക് റിസർവ് കാൽക്കുലേറ്റ് ചെയ്യുക, ഗുഡ്സ് ഇൻ ടു ബ്രാഞ്ചും ഗുഡ്സ് റിട്ടേൺ ബൈ ബ്രാഞ്ചും നെറ്റ് ഗുഡ്സ് ഇൻ ടു ആണ് അടുത്ത സ്റ്റെപ്പിൽ വരുന്നത്. ദെൻ ചെക്ക് സെൻഡ് ബൈ ഹെഡ് ഓഫീസ്, റെമിറ്റൻസ് ബൈ ബ്രാഞ്ച്. ഇത് രണ്ടാണ് അടുത്ത 2 ട്രാൻസാക്ഷനായിട്ട് സീക്വൻസ് ആയിട്ട് പറഞ്ഞു പോകുന്നത്. ദെൻ ക്ലോസിംഗ് ഓഫ് അസറ്റ്സ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ലൈബിലിറ്റീസ്. അസറ്റ് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുക, ലൈബിലിറ്റി ക്ലോസ് ചെയ്യുമ്പോൾ ലൈബിലിറ്റിയെ ഡെബിറ്റ് ചെയ്യുക. ക്ലോസ് ചെയ്യുമ്പോൾ മാത്രം വേണ്ടി വന്നാൽ അതിനനുസരിച്ചുള്ള അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യേണ്ടതുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓപ്പൺ ചെയ്തേക്കുക. ബ്രാഞ്ച് സ്റ്റോക്ക്, ക്ലോസിംഗ് ബ്രാഞ്ച് സ്റ്റോക്കിൻ്റെ സ്റ്റോക്ക് റിസർവ് കാൽക്കുലേറ്റ് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ഡെബിറ്റ് ചെയ്തേക്കുക. ദെൻ ഇത്രയും ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഏത് സൈഡാണോ കൂടുതൽ ആ സൈഡ് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ബാലൻസ് കണ്ടുപിടിക്കുക. ഇവിടെ ഇപ്പോൾ നമുക്ക് ഡെബിറ്റ് ആയിരുന്നു കൂടുതലെങ്കിൽ ഇവിടെ നമുക്ക് ആൻസർ കിട്ടിയാൽ അങ്ങനെയാണല്ലോ അവിടെയും ബ്രാഞ്ച് പി ആൻഡിൽ നമ്മൾ എഴുതുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ എൻട്രി ബ്രാഞ്ച് പി ആൻഡിൽ അക്കൗണ്ട് അറ്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പോൾ എല്ലാവരും വളരെ കൃത്യമായിട്ട് കണ്ടിട്ട് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്ത ക്ലാസ് അടുത്ത റെക്കോർഡ് ക്ലാസ്സായിട്ട് ഞാൻ ഇടുന്നത് നമ്മുടെ റെക്ടിഫിക്കേഷൻ എൻട്രീസ് ആണ്. ഓക്കെ താങ്ക് യു, ബൈ.